മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ പ്രമുജ്വല നേതാക്കന്മാരിൽ ഒരാളായ NSSൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ NSSലൂടെ, NSSൻ്റെ യൂണിറ്റുകളിലൂടെ, ശാഖകളിലൂടെ നടത്താൻ പോകുന്ന, സംഘടിപ്പിക്കാൻ പോകുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സനാതനധർമ്മ പഠന ക്ലാസുകളെക്കുറിച്ച് അദ്ദേഹം തന്നെ മാതൃഭൂമിയിൽ ഡിസംബർ 22-ാം തീയതി എഴുതിയ ഒരു ലേഖനം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വായിക്കുകയാണ്. ഇത് അതേപോലെ വായിക്കാനുള്ളൊരു കാരണം, ലോകത്തിൽ എവിടെയുള്ള ഭാരതീയനും സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർ 5, 10, 15, 25 പേര് ചേർന്ന് സാധിക്കാവുന്ന അത്രയും സ്വയം പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സനാതനധർമ്മ മൂല്യങ്ങൾ വളരെ നല്ല രീതിയിൽ സ്വാധീനിപ്പിച്ചുകൊണ്ട് ധന്യമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാം. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ധാരാളമുണ്ട്. അടുത്ത കാലത്ത് തന്നെ വളരെയധികം അനുഭവങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ യുവാക്കൾ, വലിയ നമ്പർ മുസ്ലിം വിദ്യാർത്ഥികൾ ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള പഠനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന കറകളഞ്ഞ മാർക്സിസ്റ്റുകാർ, KR ഗൗരി അമ്മ പോലും എല്ലാ ദിവസവും 10 പേജ് ഭാഗവതം വായിച്ചിട്ടാണ് ജീവിത കൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും, ഇടുക്കി ജില്ലയിലെ CPMൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയുടെ മക്കളെല്ലാം, മരുമക്കളും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോർഡിനേറ്റേഴ്സും രാവിലെ ധ്യാനിക്കുന്നവരുമാണ് എന്ന് എല്ലാം കേൾക്കുമ്പോൾ ഇപ്രകാരമുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട് അസാധാരണമായി മാറുന്നു. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും, ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും, ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും യുക്തിവാദിയുമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജി സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആവിഷ്കരിച്ച പരിപാടി, നിങ്ങൾ ഏത് മതത്തിലും, ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് അതൊരു മാർഗനിർദ്ദേശമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. മാത്രമല്ല, ജി സുകുമാരൻ നായർ SNDPയുടെ സമുജ്വല നേതാവായ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണോ ഗുരുദർശനങ്ങൾ ഓരോ ഈഴവ വിഭാഗത്തിലും നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നത്, കുടുംബ സമിതിയിലൂടെ പ്രചരിപ്പിക്കുന്നത്, ആത്മീയതയിലൂടെ പ്രചരിപ്പിക്കുന്നത്, ദുബായിൽ ഏതാണ്ട് 200ഓളം തീർത്ഥാടക സംഘം പ്രതീകാത്മകമായി വർക്കല ശിവഗിരി തീർത്ഥാടനം നടത്തിയെന്ന് മാതൃഭൂമിയിൽ 2 ദിവസം മുമ്പ് വാർത്തയുണ്ടായിരുന്നു. അവരെല്ലാം വർക്കല ശിവഗിരി തീർത്ഥാടനം ദുബായിൽ നടത്തിയത് വലിയ രീതിയിൽ ഗണപതി ഹോമം നടത്തിയിട്ടാണ് എന്നുകൂടി വായിച്ചപ്പോൾ എനിക്ക് ആത്മീയതയും ഭൗതികയും ഒരുമിച്ച് ചേർക്കാനുള്ള SNDPയുടെ ആ വലിയ മനസ്സ്, അതുപോലെ തന്നെ തന്ത്രിമാരും പൂജാരിമാരും നമ്പൂതിരിമാരുമെല്ലാം അസാധാരണമാം വിധം ക്ഷേത്രങ്ങളെ നന്മ നിറഞ്ഞ രീതിയിൽ അല്ലാതെ ഉപയോഗിക്കുമ്പോൾ നായർ സമുദായത്തിൽ നിന്ന് തന്നെ 100 കണക്കിന് തന്ത്രിമാരെയും പൂജാരിമാരെയും ഉണ്ടാക്കാനുള്ള യജ്ഞം
ആരംഭിച്ചത് വളരെ ഭംഗിയായിട്ട് നാരായണ ഗുരുദേവൻ SNDPയിൽ എങ്ങനെയാണോ അവരവരുടെ ക്ഷേത്രങ്ങളിൽ ഈഴവ തന്ത്രിമാരെ പ്രതിഷ്ഠിച്ചത്, അതേപോലെ G. സുകുമാരൻ നായർ നായർ തന്ത്രിമാരെയും നായർ പൂജാരിമാരെയും വേദം പഠിപ്പിച്ചിട്ടുള്ള യജ്ഞത്തിൽ അദ്ദേഹം മുമ്പോട്ട് വന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ ഒരു ലേഖനം നിങ്ങളുടെ അടുത്ത് വായിച്ചു കേൾപ്പിക്കുന്നത്. ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഉദ്ദേശം, ലോകത്തിൽ എവിടെയുള്ള ഹൈന്ദവ ജനതയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരായാലും ഭാരതീയ പൈതൃകം പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സംവിധാനം വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. G. സുകുമാരൻ നായർ എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് ആധ്യാത്മിക പഠനത്തിൻ്റെ നേർവഴി തേടി. അതാണ് ടൈറ്റില്. അതിൻ്റെ സബ് ടൈറ്റില് സംസ്ഥാനത്തിലുടനീളമുള്ള 5000-ൽ പരം NSS കരയോഗങ്ങളോട് ചേർന്ന് ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ രൂപം കൊണ്ടുവരികയാണ്. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന വളരെ രസകരമായ, വളരെ ഉജ്ജ്വലമായി തോന്നി. പാരമ്പര്യാധിഷ്ഠിതമായ കേരളീയ സമൂഹത്തിൽ നിലനിന്നു വരുന്ന ഹൈന്ദവർക്കായുള്ള മതപാഠശാല സംവിധാനങ്ങൾ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അതിപ്രസരമാണ് ഇന്ന് നടക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് പോലും ആധ്യാത്മിക മേഖല ഉപാധിയായി തീരുകയും സമൂഹത്തിന് മൂല്യശോഷണം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് നാമജപം മുതൽക്ക് പുരാണേതിഹാസങ്ങളുടെ പൊരുൾ വരെ അവയുടെ തനിമയോടും ചൈതന്യത്തോടും പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അനിവാര്യമായി വരുന്നത്. അതിനാലാണ് നായർ സർവീസ് സൊസൈറ്റി ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ പ്രധാന പദ്ധതികളിൽ ഒന്നായി കരയോഗ തലത്തിൽ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ തുടക്കം കുറിക്കുന്നതിന് ആഗ്രഹിക്കുന്നത്. ശരിക്ക് ഇത് കരയോഗ തലത്തിൽ മാത്രമല്ല, ഓരോ ഹൈന്ദവ സംഘടനകളും സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന വിഭാഗങ്ങളും അവരവരുടെ തലത്തിൽ ഭാരതീയ പൈതൃകം പഠിക്കുന്നതിനുള്ള യജ്ഞം ആരംഭിക്കുകയാണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ന് കേരളത്തിൽ അസാധാരണമായ മാറ്റം വരുന്ന ആ മാറ്റത്തിൻ്റെ വേഗത കൂട്ടാൻ സാധിക്കും. ഒരു മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ആധ്യാത്മിക പഠനത്തിന് പ്രധാന പങ്കുണ്ട്. ആധ്യാത്മിക പഠനം എന്ന് പറയുമ്പോൾ കേവലം ഭക്തിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ സംസ്കാരത്തിൻ്റെ പഠനം എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. ശൈശവ ദിശയിൽ തന്നെ ഈ പുരാണേതിഹാസ ഗ്രന്ഥങ്ങളുടെ കടന്നുപോകുന്ന ഒരു കുട്ടി, ശൈശവ ദിശയിലൂടെ പുരാണേതിഹാസങ്ങളുടെ സന്ദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥവും ലക്ഷ്യവും സുവ്യക്തമായി ഉൾക്കൊള്ളുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അനുവർത്തിക്കേണ്ടതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലൗകിക ധർമ്മങ്ങളും ഒക്കെ അവന് ഇതിലൂടെ ഹൃദിസ്ഥമാക്കാൻ കഴിയുന്നു. ജീവിത പാതയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പെട്ട് പകച്ചു നിൽക്കേണ്ടി വരുന്ന മനുഷ്യന് ശരിയായ വഴികാട്ടിയായും ഉപദേശകനായും അവ പരിണമിക്കുന്നു. ഉദാഹരണത്തിന്, രാമകഥ പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും സമൂഹത്തോടുമൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് സ്വയം മനസ്സിലാക്കുന്നു. ഇതിലൂടെ ഏത് പ്രതിസന്ധിയെയും ധീരമായി നേരിടാനും അവയെ അതിജീവിക്കുവാനും അവന് കഴിയുന്നു. സത്യത്തിൽ G. സുകുമാരൻ നായർ എഴുതിയിരിക്കുന്ന ഈ വരികൾക്കപ്പുറം ഹിന്ദു ധർമ്മം പഠിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മറ്റ് ഒരു രീതിയിലും എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എത്ര വസ്തുതാപരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, അത് മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ കൊടുക്കുകയും ചെയ്തു. ആ ഉജ്ജ്വലമായ സന്ദേശം നമുക്ക് എത്ര പ്രായോഗികമായിട്ട് ജീവിതത്തിൽ പകർത്താവുന്നതാണ് എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ആചാര്യന്മാരെക്കുറിച്ചും സംഘടനാ ബോധത്തെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറ ബോധവാന്മാരാകേണ്ടതാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ പരിജ്ഞാനവും സാമൂഹിക പ്രതിബദ്ധതയും സദാചാര ബോധവും പൊതുതലമുറയിൽ വളർത്തുന്നതിന് ഈ പഠന കേന്ദ്രങ്ങൾ സഹായകമാകുമെന്നതിൽ ഇരുപക്ഷമില്ല. അതനുസരിച്ചാണ് എല്ലാ NSS കരയോഗങ്ങളോടും ചേർന്ന് ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിലേക്ക് കരയോഗങ്ങൾക്കും ബന്ധപ്പെട്ട താലൂക്ക് യൂണിയനുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരയോഗങ്ങളോട് ചേർന്ന് ഈ വർഷം തന്നെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ എല്ലാ കരയോഗങ്ങളും സ്വീകരിക്കണമെന്നും അതിനാവശ്യമായ പ്രോത്സാഹനം ബന്ധപ്പെട്ട താലൂക്ക് യൂണിയനുകൾ നൽകണമെന്നും ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരിക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന അഥവാ G. സുകുമാരൻ നായർ സെക്രട്ടറിയായ NSSന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് വരുന്ന ഈ നിർദ്ദേശം
യൂണിയനുകൾക്ക് താലൂക്ക് തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും താഴേക്കിടയിലാണെങ്കിലും അത് പ്രായോഗികമാക്കാൻ സാധിക്കുമെന്ന മഹത്തായ ഒരു സത്യം ഈ ലേഖനത്തിൽ മുഴച്ചു നിൽക്കുന്നു. എനിക്ക് സംതൃപ്തിയുടെ കണ്ണുനീരാണ് ഇത് വായിക്കുമ്പോൾ ഉണ്ടായത്. കരയോഗ മന്ദിരത്തിൽ വെച്ച് തന്നെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മുതൽ അതിനായി പ്രത്യേകം തയ്യാറാക്കി സജ്ജീകരിച്ചിട്ടുള്ള സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ ആരംഭിക്കണമെന്ന് ജനുവരി ആദ്യവാരം മുതൽ ഡിസംബർ അവസാനം വരെയുള്ള ഒരു വർഷക്കാലമായിരിക്കണം കോഴ്സിൻ്റെ ദൈർഘ്യമെന്നും അതിലേക്കുള്ള പ്രഗത്ഭരായ അധ്യാപകരെ ഓരോ കരയോഗത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണമെന്നും പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഓരോ താലൂക്കിലെയും ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പൊതു നിയന്ത്രണം നിർവഹിക്കുന്നതിനായി താലൂക്ക് തല കോർഡിനേറ്റർമാരെ കണ്ടെത്തുക, അവയുടെ കീഴിൽ അതാത് താലൂക്കിലെ അധ്യാപകർക്കുള്ള ട്രെയിനിങ് നടപടികൾ നടത്തുക, ഓരോ പഠന കേന്ദ്രത്തിൻ്റെയും വാർഷിക ഗ്രാന്റ് അനുവദിക്കുന്നതിലേക്ക് റിപ്പോർട്ട് തയ്യാറാക്കി NSS ആസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നിവയാണ് താലൂക്ക് യൂണിയനുകളുടെ ചുമതല. ശരിക്കും പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ഡൂയിങ് തിങ്സ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഡൂയിങ് തിങ്സ് രണ്ട് കാര്യമാണ് പറയുന്നത്. ഇത്രയും വ്യക്തമായിട്ടൊരു നിർദ്ദേശം കൊടുക്കുക, സിലബസ് ഉണ്ടാക്കുക എന്ന് തുടങ്ങണമെന്ന് പറയാം. ആരാണത് കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അപാകതകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം. വാട്ട് വി എക്സ്പെക്ട് മേ നോട്ട് ബി ടേക്കിംഗ് പ്ലേസ്, ബട്ട് വാട്ട് വി ഇൻസ്പെക്ട് വിൽ ഡെഫിനറ്റ്ലി ബി ടേക്കിംഗ് പ്ലേസ്. ഇതാണ് MBAക്ക് പഠിപ്പിക്കാറുള്ളത്. വാട്ട് വി എക്സ്പെക്ട് മേ നോട്ട് ബി ടേക്കിംഗ് പ്ലേസ്, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നടന്നു വരില്ല. പക്ഷെ വാട്ട് വി ഇൻസ്പെക്ട്, നമ്മൾ എന്തൊക്കെയാണെങ്കിലും നിരന്തരമായിട്ട് പരിശോധിക്കുന്നത് അത് നടക്കും. ആ തരത്തിലാണ് ഇത്രയും ഗംഭീരമായ താലൂക്ക് തലത്തിലും യൂണിയൻ തലത്തിലും അതിനുവേണ്ട ഫണ്ട്, അതിനുവേണ്ട പ്രോത്സാഹനം, അതിനുവേണ്ട സിലബസ്, അതിനുവേണ്ട ആൾക്കാർ, ആ പഠിപ്പിക്കാൻ വേണ്ട ആൾക്കാർക്കുള്ള ട്രെയിനിങ് അത് നിയന്ത്രിക്കേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്വം അണുവിട വ്യത്യാസമില്ലാതെ ഇത്രയും ഭംഗിയായിട്ട് ഇത് ആവിഷ്കരിച്ച് ശരിക്ക് ഡിസംബർ 22-നാണ് ഇത് പത്രത്തിൽ വന്നത്. ജനുവരി മാസം 1-ാമത്തെ ആഴ്ച മുതൽക്ക് ആരംഭിക്കണം എന്നാ പറയാ. പലപ്പോഴും നമ്മൾ ചിലതൊക്കെ ആരംഭിക്കുമ്പോൾ വളരെ ദൂരത്തുള്ള ഒരു ദിവസം ഫിക്സ് ചെയ്യുക, അടുത്ത വർഷം മുതൽക്ക് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇത് ഡിസംബർ 22-ന് പ്രസിദ്ധീകരിച്ചുവെങ്കിൽ ആൾമോസ്റ്റ് അടുത്ത ആഴ്ച മുതൽക്ക് ഒരു വലിയ സംഭവം, വലിയ ഒരു യജ്ഞം ഏറ്റെടുക്കുന്ന ആ ധീരത, തീവ്രത, ഇത് രണ്ടും ഇത് നടപ്പാകുമെന്നിത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അപ്പൊ അത്രയും അടുക്കും ചിട്ടയോടുകൂടി എഫിഷ്യൻസി പ്ലസ് എഫക്റ്റീവ്നെസ് ഇത് രണ്ടും ഉണ്ടാവണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഒന്നുകൂടി ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും NSSൽ ഉണ്ടെന്ന് ഓർമ്മിക്കണം. ഹാർഡ് കോർ മാർക്സിസ്റ്റുകാരും ഹാർഡ് കോർ കോൺഗ്രസ്സുകാരും BJPക്കാരും കേരള കോൺഗ്രസ്സുകാരും അതാത് ഗ്രൂപ്പിലുള്ളവരും എല്ലാം ഉള്ള ഒരു സംഘടനയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ സാധിച്ചത് അത്ഭുതമെന്ന് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് കാണിക്കുന്ന ധീരത കൂടിയാണ്. ആ ധീരതയ്ക്ക് അഭിനന്ദനത്തിൻ്റെ വലിയ ഒരു മാല, ബൊക്കെയല്ല, ഒരു മാല സമർപ്പിക്കാൻ എനിക്ക് എന്താ പറയുക, ഇച്ഛാശക്തി, പാഷൻ, ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ പഠനകേന്ദ്രം സംബന്ധിച്ച് ആവശ്യമായ പ്രചാരണവും അവബോധവും നടത്തുക, വാർഷിക ഗ്രാന്റിനുള്ള റിപ്പോർട്ട് യൂണിയന് നൽകുക എന്നിവയാണ് കരയോഗത്തിൻ്റെ ചുമതലകൾ. ഈ വ്യവസ്ഥകൾ വിധേയമായിട്ടാണ് സംസ്ഥാനത്തുടനീളം 5000-ൽ പരം NSS കരയോഗങ്ങളോട് ചേർന്ന് ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ രൂപീകരിച്ചു വരുന്നത്. ജനുവരി ആദ്യവാരത്തിൽ തന്നെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം അതാത് കരയോഗങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യപ്രദമായ അതാത് കരയോഗങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, ഭാരതത്തിലെമ്പാടും, ഭാരതത്തിന് പുറത്തും, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോലും NSSൽ പ്രവർത്തിച്ചിരുന്നവര്, അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽപ്പെടുന്നവര്, അല്ലെങ്കിൽ ഹൈന്ദവ ജനതയുണ്ട് കരയോഗങ്ങളില്ലെങ്കിൽ പോലും ഈ സിലബസ് വരുത്തിയിട്ട് ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ 5-10 പേരുള്ള ഒരു ചെറിയ സംഘടന രൂപീകരിച്ച് അവിടെ പഠിപ്പിക്കണം. ഇത് 5000 കരയോഗങ്ങളിലും 50,000 ഉപകരയോഗങ്ങളിലും ഏതാണ്ട് 5 ലക്ഷം കുടുംബങ്ങളിലും
കുടുംബങ്ങളും നേതൃത്വം നൽകുന്ന, 5000 കരയോഗങ്ങൾ നേതൃത്വം നൽകുന്ന, 50,000 ചെറു കരയോഗങ്ങൾ ഉപസംഘടനകൾ നേതൃത്വം നൽകുന്ന, 5 ലക്ഷം കുടുംബങ്ങൾ നേതൃത്വം നൽകി 50 ലക്ഷം കുടുംബങ്ങൾക്ക് എത്തുന്ന ഒരു പരിപാടിയാക്കണം 1 വർഷം കൊണ്ട്. പിന്നെ അവിടെ നിന്ന് ഈ ന്യൂക്ലിയർ റിയാക്ഷൻ പോലെ ബാക്കിയുള്ളവർക്ക് അത് എത്തും. അപ്പോൾ 5000-ൽ നിന്ന് 50,000-ൽ നിന്ന് 5 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് പോകുന്ന ഒരു മഹായജ്ഞമാക്കി മാറ്റി ഇതിന് ജനുവരി 1st വീക്കിൽ ആരംഭിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ. അത് അവസാനിക്കില്ല, അനന്തമായി പഠനം നിലനിൽക്കും. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാ സാധാരണ പറയാ. എ ടീച്ചർ ഈസ് ഓൾവേസ് എ സ്റ്റുഡൻറ് ആൻഡ് എ സ്റ്റുഡൻറ് നീഡ് നോട്ട് ഓൾവേസ് ബി എ സ്റ്റുഡൻറ്. ഒരു അധ്യാപകൻ എന്നും സ്റ്റുഡൻ്റാ, ഒരു വിദ്യാർത്ഥി എന്നും സ്റ്റുഡൻ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നിരന്തരം പഠിച്ച് ഏത് രീതിയിൽ സാധിക്കുന്നോ അതെല്ലാം ചെയ്യാം. ആരോഗ്യപ്രദമായ തലമുറ കെട്ടിപ്പടുത്തുന്ന രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമുദായ സംഘടന എന്ന നിലയിലാണ് ഓരോ കരയോഗത്തിനോടും ചേർന്ന് ആധ്യാത്മിക പഠന കേന്ദ്രം എന്ന ശ്രേഷ്ഠമായ സേവനത്തിന് നായർ സർവീസ് സൊസൈറ്റി തുടക്കമിടുന്നത്. ഒന്നും കൂടി ജി സുകുമാരൻ നായരോടും NSS ഡയറക്ടർ ബോർഡിനോടും അഭ്യർത്ഥിക്കുന്നു, നായന്മാരല്ലാത്തവര്, ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവര്, നാടാരായി ജനിച്ചവര്, പുലയരായി ജനിച്ചവര്, ഈഴവരായി ജനിച്ചവര്, അവർക്കൊക്കെ NSSന്റെ മെമ്പർഷിപ്പ് കൊടുക്കുകയൊന്നും വേണ്ട. NSSന്റെ ആക്ടിവിറ്റിയിൽ പങ്കെടുപ്പിക്കണം എന്ന് നിർബന്ധവുമില്ല. പക്ഷെ പഠിക്കാൻ അവരെ കൂടി ക്ഷണിച്ചൂടെ? അതുകൂടി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അറിവ് ജാതിക്കും മതത്തിനും വിശത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായി കൊടുക്കുന്നവരും ആളെ നോക്കിയല്ല കൊടുക്കുക, എടുക്കുന്നവരും ആര് പഠിപ്പിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല എടുക്കുക, എന്തു പഠിപ്പിക്കുന്നു എന്ന് നോക്കിയിട്ട് എടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് NSS കരയോഗങ്ങളിലൂടെ നമ്മുടെ പൈതൃകം ആധ്യാത്മിക പഠനത്തിന്റെ നേർവഴി തേടി പോകുന്നവര് അവിടെ വരട്ടെ. അവർക്കും ഒരു കപ്പ് ചായയോ ഒരു 2 ബിസ്ക്കറ്റോ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നമുക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാം. ശരിക്ക് രാഷ്ട്രത്തെ മുൻനിർത്തിയിട്ടാണല്ലോ ജി സുകുമാരൻ നായർ ഇത് എഴുതിയിരിക്കുന്നത്. അതാണ് വേണ്ടത്. മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കുക, കുടുംബ ബന്ധം ദൃഢമാക്കുക, സമൂഹത്തിന് നന്മകൾ വരുത്തുക. പരമമായ ലക്ഷ്യം ധന്യമായ ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെ ലക്ഷ്യമാക്കിയിടുമ്പോൾ 123 കോടി ഭാരതീയരും ഈ NSSന്റെ പ്രവർത്തനങ്ങൾ കോപ്പി ചെയ്യുകയോ പകർത്തുകയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുകയോ പങ്കെടുത്ത് ലഭിക്കുന്ന അറിവ് അവരുടെ സംഘടനകൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും എത്തിക്കുകയോ ചെയ്യുന്നതിൽ വിരോധം ഉണ്ടാവില്ലല്ലോ. കൂടി വന്നാൽ ഒരു കപ്പ് ചായയും 2 ബിസ്ക്കറ്റുമേ വേണ്ടി വരുള്ളൂ. ഞായറാഴ്ച 9 മണി തൊട്ട് 12 മണി വരെ ഈ നടത്തുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കേണ്ടതായിട്ട്. അപ്പൊ നമുക്ക് കുറെ കൂടി വിശാലമാക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനൊരു ന്യായീകരണം ഉണ്ടാവും. ആദ്യം ഞങ്ങളൊന്ന് പഠിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാം, വിരോധമില്ല. അതായാലും മതി. ആദ്യം അങ്ങനെ ആവട്ടെ. പിന്നെ ആ വാതിലുകൾ തുറന്നു വെച്ച് മതിൽക്കെട്ടില്ലാതെ എല്ലാവർക്കും, ക്രിസ്ത്യാനിക്ക് ഉൾപ്പെടെ, ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ഭാഗവത സപ്താഹം ഞാൻ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തുള്ള ആ വൈകുണ്ഠം എന്ന് അന്വർത്ഥമായി പറയാവുന്ന സ്ഥലത്ത് പ്രഭാഷണം നടത്തിയപ്പോൾ, ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന പ്രഭാഷണം നടത്തിയപ്പോൾ 100 കണക്കിന് ക്രൈസ്തവര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വന്നു എന്ന് മാത്രമല്ല, പലർക്കും സംശയം ഉണ്ടായിരുന്നു ഹിന്ദുക്കളല്ലാത്തവരകത്തിരുന്ന പ്രശ്നം ഉണ്ടാവുമെന്ന്. നമ്മുടെ പ്രവർത്തകരാ പറഞ്ഞത്, ഇതിനകത്ത് ഈ ഭാഗവത സപ്താഹം, ഭാഗവത സത്രം 31ാമത്തേത് നടക്കുന്ന വേദിയിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനോ എന്നോ ഇല്ല. കഴുത്തിൽ കുരിശിട്ട് വന്നവൻ പോലും വൈകുന്നേരം പ്രസാദത്തിന്റെ കഞ്ഞി കുടിച്ചിട്ടാ പോയത്. കുറെ പേര് വന്ന് എൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചിട്ടാ പോയത്. സാറ് പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്താന്ന്. ഗോപാലകൃഷ്ണൻ ഒരു മഹത്വം ഉണ്ടായിട്ടല്ല എൻ്റെ കാല് തൊട്ടത്. ഞാനവിടെ നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ആരും കാല് തൊട്ടില്ല. പ്രഭാഷണം കഴിഞ്ഞു വന്നപ്പോഴാണ് കാല് തൊട്ടത്. കാരണം ആ പ്രഭാഷണത്തിന്റെ വിഷയത്തില് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞത്, അത് കേട്ടവർക്ക് തോന്നിയ സന്തോഷം കൊണ്ടാ അത് പറഞ്ഞ വ്യക്തിയെ അവർ ആദരിച്ചത്. ഞാൻ പറയുന്നത് NSS കരയോഗങ്ങളിലൂടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അറിവിന്റെ പുഷ്പങ്ങൾ വാരി വിതറാൻ ജി സുകുമാരൻ നായർ എന്ന പ്രഗത്ഭനായ പാടവമുള്ള ഒരു ലീഡർ, നേതാവ് ശാന്തമായിട്ട് നൽകുന്ന ഉജ്ജ്വലമായ നേതൃത്വത്തിന് സാധിക്കണം.
സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തോടൊപ്പം ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള NSSന്റെ ഈ പുതിയ കാൽവെപ്പ് സമുദായത്തിന് മാത്രമല്ല സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനകരമായി തന്നെ ചെയ്യും. പുരാണേതിഹാസങ്ങളിൽ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ വട്ടപ്പറമ്പിൽ ഗോപിനാഥ പിള്ളയാണ് NSS ആരംഭിച്ചിട്ടുള്ള ഈ പദ്ധതിയുടെ ഓണററി ഡയറക്ടർ. സമൂഹത്തിനും രാഷ്ട്രത്തിനും വരെ അത് ഉജ്ജ്വലമായി പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ ആ വരികൾ അന്വർത്ഥത്തിൽ പ്രായോഗികമാകട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കാം. ഒന്നുകൂടി ഇതിനിടയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഏതാണ്ട് 110ഓളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജി സുകുമാരൻ നായർ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതേപോലെയാണ് രാമായണത്തെക്കുറിച്ച് മലയാള മനോരമ കർക്കടകം 1 മുതൽക്ക് 32 വരെ അവരുടെ പാലക്കാട് എഡിഷനിൽ ഞാൻ എഴുതിയ രാമായണത്തെക്കുറിച്ചുള്ള ലേഖനം അവര് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനെ വിപുലീകരിച്ച് ഒരു മണിക്കൂർ ആ പുസ്തകം വായിക്കാൻ ചെലവഴിച്ചാൽ, യഥാർത്ഥത്തിൽ അത്ര വേണ്ട, 1 മണിക്കൂർ ചെലവഴിച്ചാൽ രാമായണത്തിലെ പ്രധാനപ്പെട്ട 20 ചരിത്ര പുരുഷന്മാരിൽ നിന്നും പഠിക്കാനുള്ളത് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാം. മഹാഭാരതവും അതുപോലെയാ. ശരിക്ക് ഒന്ന് അറിയാവുന്നത് റിക്കളക്ട് ചെയ്താൽ മഹാഭാരതത്തിലെ നന്മതിന്മകൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പറയാൻ സാധിക്കും. ഈ NSSന്റെ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്തെല്ലാം ആവശ്യമുണ്ടോ CD-കളായിട്ടും പെൻഡ്രൈവുകളായിട്ടും മെമ്മറി കാർഡുകളായിട്ടും DVD-കളായിട്ടും 5 വേദത്തിൻ്റെയും പെൻഡ്രൈവുകളും 200 മണിക്കൂറുള്ള DVD-കളായിട്ടും എല്ലാം എത്തിക്കാൻ തയ്യാറാ. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. ഈ മഹായജ്ഞം ജി സുകുമാരൻ നായർ എന്ന NSS സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘടനയുടെ 100ാം വാർഷികം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഹിന്ദു ധർമ്മത്തെ, സനാതന ധർമ്മത്തെ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ആഗ്രഹിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും, നേരത്തെ പറഞ്ഞതുപോലെ മാനവരാശിക്ക്, ഈ ഭാരതത്തിലുള്ളവർ ആരും ഇസ്രായേലിൽ നിന്ന് വന്നവരല്ല, ആരും മെക്കയിൽ നിന്ന് വന്നവരല്ല, ആരും മോസ്കോയിൽ നിന്ന് വന്നവരല്ല, ആരും ചൈനയിൽ നിന്നും വന്നവരല്ല. എല്ലാവരും ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ നിലനിന്ന് ഈ നാട്ടിൽ മരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ നാടിൻ്റെ പൈതൃകം അവരുടേതുമാണ് എന്ന അഭിമാനത്തോടു കൂടി പറയിപ്പിക്കാൻ, ഇത് എൻ്റെയും അമ്മയാണ്, ഭാരതം എൻ്റെ മാതാവാണ്, ഈ പൈതൃകം എൻ്റേതുമാണ്, അതിൽ ചിലപ്പോൾ തിന്മകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിന് യോജിച്ചതല്ലാത്തത് ഉണ്ടായേക്കാം. അതിനെന്താ കുഴപ്പം? പ്രത്യക്ഷം പ്രമാണം, അനുമാനം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം. ഏത് കാലഘട്ടത്തിലും ഈ 4 പ്രമാണങ്ങൾ അനുസരിച്ചേ ചിലത് സ്വീകരിക്കേണ്ടതുള്ളൂ. എല്ലാം ബൈഹാർട്ടായിട്ട് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നന്മ നിറഞ്ഞ പൈതൃക സന്ദേശങ്ങൾ ഇവിടത്തെ ക്രിസ്ത്യാനിയും ഇവിടത്തെ മുസ്ലിമും സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാ. പറയാതെ നിവൃത്തിയില്ലാത്ത അത്രയും അഭിമാനം തോന്നുന്ന ഒരു വരി കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. ഇന്നലെ സൗദി അറേബ്യയിൽ നിന്ന് രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് വിളിച്ചത്. അദ്ദേഹം പറയായിരുന്നു, ഗോപാലകൃഷ്ണൻ സാറ് ബഹ്റൈനില് വിജയദശമി ദിവസവും മഹാനവമി ദുർഗാഷ്ടമി ദിവസവും ഇന്ത്യൻ സ്കൂളിലും പൊതുപരിപാടികളിലും നൽകിയ ആ പ്രഭാഷണം സാറിൻ്റെ ഫോട്ടോ വെച്ച് സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമം എന്ന മലയാള പത്രം കൊടുക്കുകയുണ്ടായിരുന്നു. ഇത്രയും ഫുൾ ഡീറ്റെയിലോടുകൂടി ഫോട്ടോ വെച്ച് ഒരു പത്രവും സൗദി അറേബ്യയിൽ കൊടുക്കാറില്ല. സാറിൻ്റെ കുറേ ലേഖനങ്ങളായി മാധ്യമം എന്ന പത്രത്തിൽ ശരിക്കും സൗദി അറേബ്യയിൽ വരുന്നു. ബഹ്റൈനിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ 3 ദിവസവും ഈ മാധ്യമം എന്ന പത്രം നമ്മുടെ ഈ പ്രഭാഷണങ്ങളും ഇൻ്റർവ്യൂവും കൊടുത്തിരുന്നു. ഒരു ദിവസം തന്നെ നടന്ന ഇൻ്റർവ്യൂ കൊടുത്തു, അതിൻ്റെ ചുവട്ടിൽ പ്രഭാഷണത്തിൻ്റെ സംക്ഷിപ്തവും കൊടുത്തു. ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ, മുസ്ലിങ്ങളുടെ പത്രം എന്ന് പറയുന്ന മാധ്യമം, മീഡിയ 1 ചാനലും നമ്മുടെ പൈതൃകത്തിലേക്ക് അസാധാരണമായി തിരിച്ചു വരുന്നൊരു കാഴ്ച, അല്ലെങ്കിൽ പൈതൃകത്തെ സ്വീകരിക്കാൻ ആയിട്ട് മുമ്പോട്ട് വരുന്നൊരു കാഴ്ച കാണുകയുണ്ടായി. ഇനി ഞാൻ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ടയിലേക്ക്
അപ്പോൾ അത് ഹനുമാൻ കോട്ടയിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ആ കോട്ടയിൽ മുസ്ലിം സ്ത്രീകളാണ് ആ കോട്ടയിൽ വന്നത്. ഞാൻ ഇത് ഇപ്പൊ പറഞ്ഞത് NSS ജനറൽ സെക്രട്ടറി എഴുതിയ ലേഖനത്തോട് ചേർത്ത് ഇത് പറയാൻ കാരണം, വീടിൻ്റെ 4 മതിലുകൾക്കകത്ത് ചുമരുകൾക്കകത്ത് ജീവിച്ചിരുന്ന ഇസ്ലാം സമുദായത്തിലെ സ്ത്രീകള് ലോകത്തിന്റെ വെളിച്ചം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംസ്കാരത്തിന്റെ മഹത്വം അവർ TV-യിലൂടെയും അല്ലാതെയും അവരറിയുന്നു, പഠിക്കുന്നു, കാണുന്നു. അവരത് വിലമതിക്കുന്നു. എടുക്കേണ്ടത് എടുക്കുന്നു, കൊടുക്കേണ്ടത് കൊടുക്കുന്നു, തള്ളേണ്ടത് തള്ളുന്നു. അങ്ങനെ തുറന്നൊരു മനസ്സുമായിട്ട് മുമ്പോട്ട് വരുന്നവർക്കെല്ലാം നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിപ്പിക്കണം. മതം മാറ്റാതെ, എന്നാൽ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു ഉജ്ജ്വല പഠനം കൊടുത്ത് ആരാധിക്കാൻ ഏത് മതത്തിനും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൽ നിന്ന്, സനാതന ധർമ്മത്തിൽ നിന്ന് പലരും മതം മാറി പോയിട്ടുണ്ടെങ്കിൽ അജ്ഞത കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും മാത്രം, അല്ലാതെ പോവാൻ സാധ്യതയില്ല. അത്രയും അറിവിൻ്റെ കുമ്പാരമുള്ള ഈ പൈതൃകം ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ക്ഷേത്രത്തിലും നടക്കുന്ന ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഇപ്പോൾ 100 കണക്കിന് മുസ്ലിം സ്ത്രീകൾ അകത്തും പുറത്തും വരാറുണ്ടെന്നൊരു വാർത്ത പാലക്കാട് എന്നപ്പോൾ കേട്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഫീലിംഗ് എനിക്കുണ്ടാവുന്നത്. കാരണം ഞാൻ പണ്ട് 2002 പറഞ്ഞിരുന്നു, 2014 ആവുമ്പോൾ ഭാരതത്തിനകത്തും പുറത്തും ഈ സംസ്കാരത്തെക്കുറിച്ച് അറിയാനുള്ള ജനതയുടെ പ്രവാഹം അനിയന്ത്രിതമാവും എന്ന് ഞാൻ 2002 പറഞ്ഞിരുന്നു. 2014 ആവാൻ ഇനി 1-2 ദിവസമേ ഉള്ളൂ ആയി. അപ്പോൾ ആ അതിഗംഭീരമായിട്ടുള്ള മാറ്റത്തിന് ജി സുകുമാരൻ നായരിലൂടെ, NSS സംഘടനയിലൂടെ, ശാഖയിലൂടെ ഒരു വലിയ പഠനത്തിൻ്റെ യജ്ഞം എല്ലാ ഭാരതീയനിലേക്കും എത്തട്ടെ. ഭാരതത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഭാരതീയനും ഭാരതത്തെ സ്നേഹിക്കുന്ന ദേശികൾക്കും വിദേശികൾക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ധന്യമായ ഈ ഒരു സന്ദേശം ഇങ്ങനെ വായിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അല്പം വൈകിയെങ്കിലും എല്ലാവർക്കും എൻ്റെ പ്രണാമം. നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് ഇനിയും ജ്ഞാനയോഗം, നമ്മുടെ അറിവ് പഠിക്കാം. അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന കർമ്മയോഗികളാവാം. അത് ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് കർമ്മയോഗികളാവുമ്പോൾ ഒരു ഇഷ്ടികയും സിമൻറ്റും ചേർത്ത് വലിയൊരു കെട്ടിടം പണിയുന്ന ബ്യൂട്ടിയും ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം. എന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ്, ലിസണിങ് ആൻഡ് മേക്കിംഗ് others listening, watching and making others watching, discussing and making others discussing, thinking and making others thinking, practicing and making others practicing എന്ന 5 വാക്കുകൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.